ഹലോ മൈ ഗൈസ്, കുറെ കാലത്തെ പ്ലാനിങ്ങിന് ശേഷം ഒരു ട്രിപ്പ് പോവാണ് ഫാമിലി ആയിട്ട്. എന്താണെന്നറിയില്ല, ഇത്രയും കാലമായിട്ട് പ്ലാനിങ് മാത്രമല്ലായിരുന്നു, ഇപ്പോഴാണ് നടന്ന് ട്രിപ്പേ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോകാൻ തീരുമാനിച്ചത് കുറ്റ്യാണ്ടുള്ള ആക്റ്റീവ് പ്ലാന്റിലാണ്. ആടെ ഒരു പാർക്കില്ലേ, അതാണ് ആക്റ്റീവ് പ്ലാന്റ് അറിയുന്നത്. ആദ്യം മക്കളെ ഹാപ്പി ആക്കുക, പിന്നെ നമുക്ക് ഹാപ്പി ആക്കുക, അതാണ് നമ്മൾ ആദ്യം തീരുമാനിച്ചത്. അതുകൊണ്ട് നമ്മൾ നേരെ ആട്ടാണ് ഇവിടുന്ന് ഞങ്ങളിവിടുന്ന് ആട്ടേക്ക് പോകണമെങ്കിൽ മിനിമം ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. 1.5 അല്ലെങ്കിൽ 1 മണിക്കൂർ. അത് കൂട്ടിക്കോളി. ആടക്കത്തെ ലൈറ്റ് ഉണ്ട് കണ്ട് ചെറിയൊരെന്തൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട്. എന്താണെന്നായിരിക്കട്ടെ ഓർമ്മ. പിന്നെ വേറൊരുത്തനാണെങ്കിൽ 2 മാസം ജിമ്മ് പോയിന്റെ ഹുങ്ക് കാണിക്കുന്നുണ്ട്. പെങ്ങളെടുത്തേ എന്താണെന്ന വിചാരം. അങ്ങനെ കയറിയ സമയത്ത് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അല്ലെന്നു കഥയിലായി. വർത്താനത്തിലായതുകൊണ്ട് നമ്മളധികം പാട്ടേക്കാൻ നോക്കിയില്ല. കാരണം എന്താ, അതല്ലേ നല്ലേ, വർത്താനം പറഞ്ഞു പോവാ. അങ്ങനെ ഏടും ചവിട്ടാണ്ട് നേരെ വിട്ടപ്പോ വേഗം അടുത്തി. അങ്ങനെ മക്കളെ പാർക്കായത് കൊണ്ട് ആട് റോളില്ലാത്തത് കൊണ്ട് വെറുതെ കുത്തിരിക്കാണ് ഈ 2 എണ്ണം. പിന്നെ അങ്ങോട്ട് ഒട്ടും സമയം കളയാണ്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലവും ചുറ്റി കാണാൻ വേണ്ടി എല്ലാവരും പോകാൻ തുടങ്ങി. ആടൊക്കെ കയറിയ സമയത്ത് തന്നെ വരുമ്പത്തൊക്കെ കുറേ ആൾക്കാരെ കുത്തിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചത്ര തിരക്കൊന്നുമില്ല, എന്നാലും കുറച്ചുണ്ട്. പിന്നെ അങ്ങോട്ട് ഈ സാധനത്തിനുള്ളിലേക്ക് കുറേ എണ്ണം കയറുന്നുണ്ട്. നമ്മളൊരു വട്ടം ട്രൈ ചെയ്ത് നോക്കി, നടന്നില്ല. നമുക്ക് കയറാനാണ്ട് പിന്നെ നമ്മളങ്ങ് ഉപയോഗിക്കാൻ. അതുകൊണ്ടാണ് പറ്റാത്ത പണിക്ക് നിൽക്കരുതെന്ന് പണ്ടേ ആൾക്കാർ പറയുന്നത്. അങ്ങനെ പിള്ളേരൊക്കെ തിരിയുന്നൊരു സാധനത്തിനുള്ളിലേക്ക് ഇട്ടുകൊണ്ട് ഓലെ കാണുന്ന ഭയങ്കര കളിയാണ്. അങ്ങനെ മക്കൾക്ക് കറക്കി കൊടുക്കാൻ വേണ്ടി കണ്ട് ഞാനായിമ കയറി. ഈ വിലക്ക് എന്നെ തെറ്റിരിച്ചെന്നേ, എന്താ ചെയ്യുക. അങ്ങനെ ആടത്തെ ഏകദേശം പരിപാടി കഴിഞ്ഞപ്പോൾ ആടുന്ന് മെല്ലെ ഞങ്ങൾ തിരിച്ച്. കിഡ്സിന്റെ പാർക്കല്ലേ, അപ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അകലപ്പുഴ പോയി. പാർക്കിന്റെ അടുത്തുനിന്ന് ഒരു 20 കിലോമീറ്ററേ അകലപ്പുഴക്കുള്ളൂ. അങ്ങനെ നിങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ച്. ഇവിടെ മെയിനായിട്ട് വരുന്നത് ബോട്ടിങ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതിൽ കയറി. ഞങ്ങളൊരു 15 ആൾക്കാർക്ക് 1500 രൂപേൻ്റെതാണ് ടിക്കറ്റായി.